ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയാവാനായി. ഞാൻ എൻ്റെ വീട്ടിൽ, അതായത് മാംഗ്ലൂർ വീട്ടിലാണ്, ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നാൻ കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്കും ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാകും ലൈഫിലെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ വീഡിയോയിൽ സംസാരിക്കുക, എന്തൊക്കെയാണ് കാണിക്കുക, അതൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറയുകയാണേ. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിത്തരുന്ന കേർഡ് റൈസാണ്. പക്ഷേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ. ലേശം അനിയൻ തൈര് കഴിക്കില്ല, അപ്പോൾ ഇതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ലേശം ചൂടാക്കിയതിന് ശേഷമാണ് ആ ഉള്ളിയിലൊക്കെ നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഞാനിപ്പോൾ ഡയറ്റിലാണ് കേട്ടോ. ഞാനൊരു 75-76 kgs ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 67 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഡയറ്റിലാണ്. പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. ഞാനിന്ന് കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ ചുമ്മാ ഉണ്ടാക്കി, മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ആ സ്മെല്ല്, ആ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയൊക്കെ മണം മിക്സ് ചെയ്ത തൈരൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒന്ന് ടേസ്റ്റ് നോക്കി, ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കഴിച്ചപ്പോൾ ആ മണം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കൊതിയായിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഞാനെന്താ നിങ്ങളോട് ചോദിക്കുന്നവരാണ്, നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവും, എപ്പോഴെങ്കിലുമൊക്കെ വീട് മിസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുന്നത് അമ്മയുടെ ഫുഡ്, അത് വല്ലാണ്ട് മിസ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കണം നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ. ഒരു ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നല്ല ചുടുചുടേന്ന് കഴിക്കാം. അങ്ങനെ കഴിയുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ തന്നെ വേറൊരു സ്പെഷ്യൽ സാധനമുണ്ട്, നല്ല കണ്ണിമാങ്ങ. സൂപ്പർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ, ഇത് ഈസി റെസിപ്പിയാണ്. അമ്മ ഇതിനെക്കാട്ടും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും, പക്ഷേ ഇതും വൺ ഓഫ് ദ ബെസ്റ്റാണത്. എനിക്ക് എല്ലാം അമ്മമാരുണ്ടാക്കുന്ന എല്ലാം നമുക്ക് എല്ലാം ഇഷ്ടമല്ലേ. അതേപോലെ തന്നെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്കിത്. ഒന്നാമത് ഞാൻ ചോറ് പ്രാന്തി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ തടിച്ച് ഗുണ്ടുമണിയായി മാറിയത്. ഇപ്പോൾ കാല് വേന, തടി കൂടുതലുകൊണ്ട് ഇരുന്നാൽ എണീക്കാൻ കഷ്ടം, നിലത്തിരുന്ന അങ്ങനത്തെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഡയറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ അപ്പോൾ നിങ്ങൾക്കുണ്ടാവില്ലേ? ഇതിപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആളാണ് ഞാൻ, എങ്കിലും